സുഹൃത്തുക്കൾ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് മോർണിംഗ് സെഷനും മറ്റൊന്ന് ഈവനിങ് സെഷനുമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഈവനിങ് സെഷനാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും വാർത്തകളും മറ്റു വിശേഷങ്ങളും ഒക്കെയാണ് കിട്ടുക. നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. മോർണിംഗ് സെഷനിൽ ഓരോ ദിവസത്തെ ട്രേഡ് പ്ലാൻ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം ഡാറ്റ അവൈലബിൾ ആവുക. സോ അതുപോലെ ഞങ്ങൾ റാസ് ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ റാസ് ലെവൽസ് കിട്ടുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ 11ാമത്തെ ചാപ്റ്റർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ക്രിറ്റിക്സ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ത് തന്നെയാട്ടെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാർത്താ ശകലങ്ങൾ, നിങ്ങൾ അറിഞ്ഞ വിവരങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിടുക. കാരണം അടുത്ത വീഡിയോയിൽ എനിക്കത് ഉൾപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം. അതുകൊണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. ശ്രീരാം നവമിയാണ് നാളെ 17-ാം തീയതി ഏപ്രിൽ. അപ്പം നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ മാർക്കറ്റ് ഇന്നും 3ാമത്തെ ദിവസവും നിഫ്റ്റിയും സെൻസെക്സും നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. സോ ഇതൊരു നല്ല സൂചന അല്ല നൽകുന്നത്. സ്റ്റാർ ഹൗസിംഗ് ഫിനാൻസ് LIC ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് 25 കോടിയുടെ ഒരു ലോൺ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ന്യൂസാണ്. അതുപോലെ USD INR ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡിലേക്ക് താഴേക്ക് പോയി അത് തറയിൽ മുട്ടാറായിട്ടുണ്ട്. 83 രൂപ 53 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് പോയതല്ല. ശരിക്കും USD അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതാണ്. മറ്റ് കറൻസികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ കറൻസിക്ക് ശക്തി പ്രാപിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മഹീന്ദ്ര ഗ്രൂപ്പ് 1200 കോടിയുടെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന 150 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റ് ഇന്ത്യയിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 1200 കോടി രൂപയാണ് അതിനകത്ത് നിക്ഷേപം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വാർത്താ വിശേഷങ്ങൾ. നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റിൽ US കംപ്ലീറ്റ്ലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോ ജോൺസ് 0.65% ഡൗൺ, അതായത് 248 പോയിന്റ് റെഡിലാണ്. S&P 500 61 പോയിന്റ് റെഡിലാണ്. നെസ്ഡാക്ക് 290 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് ഒക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബെയറിഷ് ആണ്. അതായത് FTSE 96 പോയിന്റ് റെഡിലാണ്. CAC 74 പോയിന്റ്, DAX 167 പോയിന്റ് റെഡിലാണ്. ഇനി ഈ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 40 പോയിന്റ് ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. 22,227 കറൻ്റ് ട്രേഡിംഗ് നടക്കുന്നത്. ജപ്പാന്റെ നിക്കി 761 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 351 പോയിന്റ് റെഡിലാണ്. എന്തായാലും ഓൾ ഓവർ ദ വേൾഡ് മാർക്കറ്റ് ബെയറിഷ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഒരു പരിധിവരെ പിടിച്ച് നിൽക്കുന്നത് എന്ന് പറയാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 147 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 135 പോയിന്റിന്റെ അഥവാ 0.61% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,125 നിന്ന് 22 പോയിന്റ് ലാഭത്തോടുകൂടി 22,148 അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 26 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 24 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ONGC, ടൈറ്റൻ ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് ഉയർത്തിയത്. അതേസമയത്ത് എൻഫി, LTIM, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിൻ സർവീസസ് ഇത്രയും സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നിഫ്റ്റിയെ താഴോട്ട് വലിക്കുകയും ചെയ്തു. ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 430 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 1.9% ലോസാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 307 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. 1.37%. ഇന്ത്യ വിക്സ് ഇന്ന് 1.2% വർദ്ധിക്കുകയാണ് ചെയ്തത്. 12.62 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻ CPR ക്രോസ് ചെയ്തിട്ടില്ല. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,437 ഓപ്പണായിട്ട് 48 പോയിന്റ് ലാഭത്തോടുകൂടി 47,485 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 20,997 ഓപ്പണായി 102 പോയിന്റ് ലാഭത്തോടുകൂടി 21,099 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 72,892 ഓപ്പണായിട്ട് 51 പോയിന്റ് ലാഭത്തോടുകൂടി 72,944 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ്
10,735 ഓപ്പണായിട്ട് 23 പോയിന്റ് ലാഭത്തോടുകൂടി 10,759 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലത്തെ സെയിം റേറ്റ് തുടരുകയാണ്. $85.05 ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് $2,373 വർദ്ധിച്ചിട്ടുണ്ട്. USD/INR റേറ്റ് 83 രൂപ 53 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റാസ് ഒന്നും തന്നെ പുറത്തോട്ട് വന്നിട്ടില്ല. സോ നമുക്ക് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.57% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ, FMCG, ഫാർമ, ഓട്ടോ ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് 2.35% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഓട്ടോ ബീസ്, ഗോൾഡ് ബീസ്, ഫാർമ ബീസ് ഈ 3 ETF മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. മേജർ സ്റ്റോക്സിലേക്ക് വരികയാണെങ്കിൽ ലോറസ് ലാബ്സ് ഇന്ന് 3.27% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇൻഫി 3.61% ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തി. ലോറസ് ലാബ്സ്, ഏഷ്യർ മോട്ടോഴ്സ്, കുമിൻസ് ഇന്ത്യ, HDFC AMC, ഓറോഫാർമ, വേദാന്ത ലിമിറ്റഡ്, കോൺകർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ONGC, ICICI, ടൈറ്റൻ, ഡിവിസ് ലാബ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഇൻഫി, എംഫോസിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, PNB, ചോല ഫിനാൻസ്, പെർസിസ്റ്റന്റ്, AU ബാങ്ക്, ബജാജ് ഫിൻസർവ്, ഇന്ത് ഹോട്ടൽസ്, വിപ്രോ, ബാങ്ക് ഓഫ് ബറോഡ, HCL ടെക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,405 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 796 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.63 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് ആണ്. 22,148 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 63 പോയിന്റ് മുകളിലായിട്ട് 22,211 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചർ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 22,500 41 ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹയസ്റ്റ്. 22,500 41 ലക്ഷം ഹയസ്റ്റ് കോൾ റൈറ്റ് ചെയ്തപ്പോൾ 22,000 49 ലക്ഷം ഹയസ്റ്റ് പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 0.85 ആണ് വന്നിരിക്കുന്നത്. 47,485 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 226 പോയിന്റ് മുകളിലായിട്ട് 47,711 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 48,014 ലക്ഷം കോളാണ് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 47,500 10 ലക്ഷം 10.8 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻറ്റിന് തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു. റിസൾട്ട്സ് വരാനുള്ള നാളെ 17-ാം തീയതി ശരിക്കും നമുക്ക് ഹോളിഡേ ആണ്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഏഞ്ചൽ വൺ, ജസ്റ്റ് ഡയൽ, ഹാത്വേ, കേബിൾ ആൻഡ് ഡാറ്റാകോം ഇത്രയും കമ്പനികളുടെ പിന്നെ കുറച്ച് പെന്നി സ്റ്റോക്കുകളുണ്ട്, ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ്, UK ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന FDI ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ബ്രസീൽ ബിസിനസ് കോൺഫിഡൻസ് ഏപ്രിലുള്ളത്, US EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ 17-ാം തീയതി വരാനുള്ളത്. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ 4,180 രൂപയുടെ നഷ്ടമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 11 ട്രേഡുകളിൽ നിന്നും 1:0.64 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.7% അഥവാ 4,180 രൂപയുടെ നഷ്ടമാണ് ഇന്നുണ്ടാക്കിയത്. നിഫ്റ്റിയിൽ 1.9% പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 4.8 ലോസാണ്. അതേപോലെ ഫിൻ നിഫ്റ്റിയിൽ 2% ലോസാണ്. മിഡ് ക്യാപ്പിൽ 0.7% ലോസാണ്. സെൻസെക്സിൽ 4% പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷൻസ് 2.6% ലോസാണ്. ഈ മാസം മൊത്തത്തിൽ 68,000 രൂപ അഥവാ 11.47% പ്രോഫിറ്റ് ഞങ്ങൾ ഇതുവരെയായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും മാർക്കറ്റിലൊന്നും വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റിനെ മുൻവിധിയോടുകൂടി പോകരുത് എന്നല്ല. എന്തായാലും ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന 21,000 21,000 നിന്നും പതുക്കെ കയറിയിട്ട് ഇവിടെ 21,158 വരെ ഫിൻ നിഫ്റ്റി കയറി വന്നിട്ടുണ്ട്. ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ്, അതൊന്നും കാര്യമായിട്ടൊരു ട്രേഡാക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ലോ വരുന്നു പറഞ്ഞിരുന്ന ആ ഒരു ലെവലിൽ തന്നെ ഒരു പാമ്പ് കമ്പൽ ചുറ്റിയതുപോലെ അതിങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് അവിടെ വന്നു. ലാസ്റ്റ് 3 മണിക്ക് ശേഷം അത് നേരെ 47,600 എന്നുള്ള ഒരു ലെവലിലേക്ക് കുതിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അത്ര തന്നെയുള്ളൂ. റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് കാശ് പോയി എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കൊണ്ട് ഗുണമുണ്ടായിരുന്നില്ല. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇടിഞ്ഞുകുത്തി താഴെ എത്തിയിട്ട് ഇപ്പോൾ നോട്രേറ്റ് സോൺ കട്ട് ചെയ്ത് താഴെയാണ് ക്ലോസിങ് തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ നോട്രേറ്റ് സോണിൻ്റെ അകത്ത് എന്ന് പറയാം.
ഇനി അതും സെൻട്രൽ CPR സപ്പോർട്ട് എടുത്താണ് പൊങ്ങിയിരിക്കുന്നത്. ഇനി താഴോട്ട് എവിടെ വരെ പോകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ സെൻസെക്സും നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡലിൽ താഴോട്ടാണ് മൂവ്മെൻറ്റ്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉദ്ദേശിക്കുന്ന മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റാനാണ്. പക്ഷേ പ്രീ മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ വലിച്ച് താഴെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. ഇത് വളരെ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിലേക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോളിനൊക്കെയുള്ള ഒരു സൂചനകൾ നൽകുന്നുണ്ട്. നോക്കാം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു റിവേഴ്സൽ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ മാത്രം നമുക്കത് ഫോള് ഉറപ്പിക്കാം. അപ്പോഴത്തേനും ചിലപ്പോൾ ഫോള് കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മന്ത്ലി പിവട്ട് 47,439 ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്ലിയർലി ബെയറിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ഒത്തിരി പറയാനൊന്നുമില്ല. അതേപോലെ ഫിൻ നിഫ്റ്റി അതേ രീതിയിൽ തന്നെയാണ്, ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. സോ നമുക്ക് വ്യാഴാഴ്ച നമുക്ക് നോക്കാം, ലൈവ് മാർക്കറ്റിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നില്ല. ബെയറിഷ് ആവും എന്ന രീതിയിൽ ഒരു ന്യൂസ് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ബുള്ളിഷ് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയാറുണ്ട്. എനിക്ക് നെഗറ്റീവ് ന്യൂസുകൾ പറയുന്ന വലിയൊരു താല്പര്യമില്ലാത്ത ആളാണെങ്കിലും കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കണം എന്ന നിർബന്ധമുണ്ട്. സോ അപ്പോൾ വ്യാഴാഴ്ച നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് ക്ലോസിങ്. കാരണം ഇന്നൊരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഇന്നലത്തെ ഹൈ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കാം. കഴിഞ്ഞ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത് 724 പേര് മാത്രമാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9460 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 26 കമൻറ്റുകൾ. ട്രാവലർ മലയാളം താങ്ക് യു. അജേഷ് കുമാർ താങ്ക് യു. ജിതിൻ ജെയിൻ താങ്ക് യു. നൗഫൽ അക്ബർ എ ഓക്കെ, നന്ദി സാർ. നിങ്ങളുടെ മാർക്കറ്റ് അനാലിസിസ് എന്നും ഒരു കോൺഫിഡൻസ് ആണ്. താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ് താങ്ക് യു വെരി മച്ച്. കിഷോർ കുമാർ MK താങ്ക് യു വെരി മച്ച്. എക്സലൻറ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. താങ്ക് യു വെരി മച്ച്. സരിക സത്യൻ താങ്ക് യു വെരി മച്ച്. റിവ്യൂ 24 പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് 12/4/2024 അവസാനം ഒരു കമൻറ്റിന് മറുപടിയായി പറഞ്ഞ് CA-ക്കാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കൊടുത്താൽ അവർ പറഞ്ഞു തരും എന്നാണ്. ഓക്കെ, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ തന്നെ ഒന്ന് കറക്റ്റായി സ്റ്റഡി ചെയ്ത് ഏതെങ്കിലും വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായിട്ടും ഞാനത് ശ്രമിക്കാം. ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതൽ മെനക്കെടാത്തത്. പിന്നെ ഇതിലൊരു കാര്യം, വലിയൊരു ചാർജൊന്നും വാങ്ങിയിട്ടല്ലല്ലോ ITR ഫയൽ ചെയ്യാൻ കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരും പേഴ്സണലി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അതായത് ഇതിൻ്റെ പുറകിൽ ഒരു ഫോർമുല വെച്ചിട്ട് കൃത്യമായിട്ട് പറയുന്ന പോലെയല്ല ഇതിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും സേഫ്, ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിളായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു CA അടുത്ത് പോവുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ മാർച്ച് 31 വരെയുള്ളത് എടുത്തിട്ട് പോവുക. 1000 1500 രൂപയോ, ചില ആൾ 800 രൂപയൊക്കെ ചെയ്യുന്നുണ്ട്, ചില ആൾ 2000 രൂപ വാങ്ങിച്ചിട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അവർക്ക് കാശും കൊടുത്ത് വേണ്ട രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ പരമാവധി ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അംസു നാലകത്ത് താങ്ക് യു വെരി മച്ച്. മിയാഷ് മടപ്പൻ താങ്ക് യു വെരി മച്ച്. ഗ്രാൻഡ് കൊച്ചിൻ UPL നിഫ്റ്റിയിലുണ്ട്, നിഫ്റ്റിയിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ജയചന്ദ്രൻ ഐഡിയ പച്ച പിടിക്കുമോ സാർ? അത് കുറച്ച് കാലം പിടിക്കുന്നു. എൻ്റെ അടുത്ത് ഏകദേശം 1000-ലധികം ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു more than 20% ലോസിലാണ് അത് കിടക്കുന്നത്. രവിശങ്കർ താങ്ക് യു വെരി മച്ച്. ദെൻ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ കണ്ടിരിക്കുന്ന 519 പേരാണ്. അതിൽ സജിത് തമ്പുരു താങ്ക് യു വെരി മച്ച്. ഹമീദ് ഗുഡ് മോർണിംഗ്. റഷീദ് ഹമീദ്, ഇത് ഹമീദ്ക്കാണ് മലപ്പുറത്തുള്ള. ഓക്കെ, നിലമ്പൂർ. ഓക്കെ, ഹമീദ് താങ്ക് യു വെരി മച്ച്. ട്രാവലർ മലയാളം താങ്ക് യു. വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച്. ദേവാനന്ദ് സി, ഇദ്ദേഹത്തെ എനിക്ക് അറിയാൻ തോന്നുന്നല്ലോ. ഓക്കെ, ദ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് അനൗൺസ് ആൻ ഇൻക്രീസ് ഇൻ വിൻഫോൾ ടാക്സ് ഓൺ പെട്രോളിയം ക്രൂഡ് ഫ്രം 6,800 rupees to 9,600 rupees per metric ton. The primary objective of the policy is to discourage private refiners from selling these fuels abroad at higher global price and instead prioritize the domestic market supply. The windfall tax rate is adjusted by the government every 2 weeks. Okay, windfall tax എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൾക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫേവർ കൊണ്ട് അവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടിയാൽ അതിനകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ടാക്സാണ്. അപ്പോൾ എന്തായാലും അത് 2 ആഴ്ച കൂടുമ്പോൾ ഗവൺമെൻറ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ എന്തായാലും താങ്ക് യു വെരി മച്ച് ന്യൂസ് ഷെയർ ചെയ്തതിന്. റേബിൻ ക്ലമൻറ്റ് വെരി ഇൻഫർമേറ്റീവ് താങ്ക് യു വെരി മച്ച്.
ജസ്ലു ഹാരിസ് ഇന്നലെ ഹോൾഡ് ചെയ്തു, ഇന്ന് ഓപ്പണിങ്ങിൽ തന്നെ പ്രീ ഓർഡർ വെച്ച് എക്സിറ്റ് ചെയ്തു. നിയർലി 190% പ്രോഫിറ്റ്. കൺഗ്രാജുലേഷൻസ്, അടിപൊളി. സരിക സത്യൻ, താങ്ക് യു വെരി മച്ച്. അംസു നാലകത്ത്, താങ്ക് യു വെരി മച്ച്. നിഷാദ് പട്ടേപ്പാടം, യുദ്ധം മാർക്കറ്റിനെ പിടിമുറുക്കുന്നു, നിഫ്റ്റി 22,000 നിന്ന് താഴാൻ സാധ്യത കാണുന്നു. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. റിജു ആൻ്റണി, ഗുഡ് മോർണിംഗ്. FNO ബാൻ ഒന്ന് വിശദീകരിക്കാമോ? അത് FNO ബാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ US മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ കൺട്രോൾ ചെയ്തിട്ടും പോകുന്ന ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൽ മാക്സിമം ഡെലിവറി ചെയ്യാൻ പറ്റുന്ന അത്രയും സ്റ്റോക്കുകൾക്ക് അത്രയും സ്റ്റോക്കുകളുടെ 95% പൊസിഷൻസ് മാർക്കറ്റിൽ ബിൽഡായിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറയാൻ നിങ്ങളിൽ 100 തേങ്ങയുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് അറിയാമല്ലോ, ഇതൊരു അഡ്വാൻസ് കൊടുത്ത് നിർത്തുന്ന പരിപാടി. നമ്മൾ സാധനം വാങ്ങിക്കുന്നതിൽ അഡ്വാൻസ് കൊടുത്ത് നിർത്തുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിൽ 100 തേങ്ങയുണ്ട്, മറ്റുള്ളവരൊക്കെ കൂടി നിങ്ങളിലുള്ള 100 തേങ്ങ 95 എണ്ണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്വാൻസ് കൊടുത്ത് നിർത്താണ്, വില കുറഞ്ഞാലും കൂടിയാലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാക്കി 5 എണ്ണേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് അപ്പം ഇത് നോക്കി നടത്തുന്ന ആൾ പറയും ഇനി ആരും ഇതിന് അഡ്വാൻസ് ഒന്നും കൊടുക്കേണ്ട, സാധനമില്ലാന്ന്. അതാണ് ഈ FNO ബാൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു തേങ്ങ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പോലെയാണ്. പക്ഷേ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തിട്ട് ഓക്കെ ഇത്ര എണ്ണം എനിക്ക് വേണം, ഞാൻ ഇത്രാം തീയതി എടുത്തോളാം എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ വില മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും, ചിലപ്പോൾ എടുക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതിനെയാണ് മാർക്കറ്റ് വൈഡ് പൊസിഷൻസിൽ 95% പൊസിഷൻ ബിൽഡായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അപ്പം തന്നെ NSE അത് ബ്ലോക്ക് ചെയ്യും പിന്നീട്. കാരണം അവിടെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഷോർട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് വ്യാഴാഴ്ച കാണാം. അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബൈ.